പല്ലുവേദന വന്നാൽ ആർക്കായാലും സഹിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അസഹനീയമായിട്ടുള്ള വേദനയാണ്. അപ്പം പല്ലുവേദന വരാതിരിക്കാനും പല്ല് നല്ല വെട്ടിത്തിളങ്ങാനും പറ്റിയ കിടിലൻ കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കണൂടെ തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത വെളുത്തുള്ളിയാണെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് ഇതുപോലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വെച്ച ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം വളരെ നന്നായിട്ട് തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. പിന്നീട് ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇനി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗാഗിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ചിലർക്ക് തൊണ്ടയ്ക്ക് അരിമണി അല്ലെങ്കിൽ ടോൺസിൽ സ്റ്റോൺ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ്. ഇതുപോലെ ഗാർലിക് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഗാഗിൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ശമനം ഉണ്ടാകുന്നതായിരിക്കും. 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതുപോലെ വെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇളം ചൂടോടുകൂടി വേണം നമ്മൾ ഗാഗിൾ ചെയ്യാൻ. അതിന് കാരണം വെളുത്തുള്ളിയിലെ ആൻറ്റി ബാക്ടീരിയ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കാരണമാണ് നമുക്ക് നല്ലൊരു ശമനം ഉണ്ടാകുന്നത്. തന്നെയുമല്ല, ഇങ്ങനെ ഗാഗിൾ ചെയ്യുന്നത് കാരണം നമ്മുടെ വായിലെ നാറ്റം ഒക്കെ മാറി കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. നല്ലൊരു ടിപ്പ് തന്നെയാണ്. നമുക്കറിയാം ടോൺസിൽ സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും വായിൽ. അപ്പോൾ അതൊക്കെ മാറി കിട്ടുന്നതിന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഗാഗിൾ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് സഹായിക്കുന്നതാണ് അത് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ പല്ലിൽ പ്ലേക്കൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കുന്നതിനും പറ്റിയ നല്ലൊരു നാച്ചുറൽ റെമഡി തന്നെയാണ് ഈ ഗാർലിക് ഇട്ടിട്ടുള്ള വെള്ളം നമ്മൾ വായിലൊന്ന് ഗാഗിൾ ചെയ്യുന്നത്. അടുത്ത 2ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ടും പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നീട് അതിലോട്ട് 1 ഗ്ലാസ് പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഗ്യാസിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓണാക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. പാലിൽ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആസ്മ പോലുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ദഹനക്കേട് മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി പാലിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഹൃദയാരോഗ്യത്തിനും ഉറക്കമില്ലായ്മ അകറ്റുന്നതിനും വളരെ നല്ലതാണ്. ഇപ്പം മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒന്നാണല്ലോ കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഈ വെളുത്തുള്ളി പാല് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെളുത്തുള്ളി പാല് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറിയ ചൂടോടുകൂടി ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഒരു 1 ഗ്ലാസ് വരത്തക്ക രീതിയിൽ ദിവസവും രാത്രിയിൽ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്. അടുത്ത 3ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ ടീഷർട്ടാണ്. ഇതുള്ള ടീഷർട്ടൊക്കെ നമ്മൾ ചെറുതാകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കീറുന്നൊക്കെ സമയത്ത് നമ്മൾ അത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഒരു ഐഡിയ തന്നെയാണ്. ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾ ഇതുപോലുള്ള ടീഷർട്ടൊന്നും കളയത്തില്ല, ഇതുപോലെ തന്നെ ചെയ്ത് നോക്കത്തുള്ളൂ. അപ്പോഴേ പഴയ ടീഷർട്ട് വെച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ടീഷർട്ട് നന്നായിട്ട് നിവർത്തി ഒന്നിട്ടിട്ട് അത് നേരെ ഹാഫാക്കി ഇതുപോലൊന്ന് മടക്കി എടുക്കാവുന്നതാണ്. നേരെ ഹാഫാക്കി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നേരെ ഹാഫാക്കി മടക്കി എടുത്തിട്ട് ഒട്ടും ചുളിവുകളില്ലാതെ ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് എവിടെയാണെന്ന് വെച്ചാൽ ആ കൈയുടെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ കൈയുടെ ആ ഭാഗത്തു നിന്ന് മേലോട്ട് ആ കഴുത്തിൻ്റെ ആ ഭാഗത്തോട്ടാണ് നമുക്ക് വെട്ടേണ്ടത്. അപ്പോൾ ഒരു കത്രി ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് വെട്ടി കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വെട്ടി ആ കൈയുടെ പോർഷൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ആ കഴുത്തിൻ്റെ അവിടോട്ടാണ് നമ്മൾ വെട്ടിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് നിവർത്തിയിടാം. അപ്പോൾ ബാക്ക് സൈഡ് ആയിരിക്കണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാഗമായിട്ട് വരേണ്ടത്. ഇതേപോലെ ഒന്ന് നമുക്ക് നിവർത്തി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ആ മേൽഭാഗമില്ലേ അവിടെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ആ ബാക്കിലെ ആ ബനിയൻ്റെ പാർട്ട് മാത്രം നമ്മൾ ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ടീഷർട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കോളർ ഇല്ലാത്ത ടീഷർട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ആ ബാക്ക് സൈഡിലെ ടീഷർട്ടിൻ്റെ ഭാഗം മാത്രം നമ്മളിവിടെ വെട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ആ ടീഷർട്ടിൻ്റെ ബാക്കിലെ പോർഷൻ ആണല്ലോ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം വെട്ടി സെപ്പറേറ്റ് ആക്കിയത്. ഒന്ന് മടക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നത് തന്നെ ഒന്ന് മടക്കി ബാക്കിലോട്ട് തന്നെ ഇതുപോലെ തന്നെ ഒന്ന് മടക്കുക. എന്നിട്ട് ആ കൈയുടെ പാട്ടിൻ്റെ അവിടെ നിന്നാണല്ലോ കഴുത്തിൻ്റെ അവിടോട്ട് നമ്മൾ വെട്ടി മാറ്റിയത്. അപ്പോൾ ആ ഭാഗം വരെയാണ് നമ്മൾ മടക്കി വെച്ചേക്കുന്നത്, ആ ബാക്ക് സൈഡിലെ ടീഷർട്ടിൻ്റെ പാട്ട്. ഇനി ആ പാട്ടൊന്ന് നമ്മൾ സിസേഴ്സ് കൊണ്ടൊന്ന് വെട്ടി മാറ്റുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള പഴയ തുണികളൊക്കെ കിട്ടുമ്പോൾ കളയാതെ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണിത്. ഇപ്പോൾ ബാക്കിലെ പാട്ടും നമ്മൾ ഇതുപോലെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇതുപോലെ ഓൾഡ് ക്ലോത്ത്സ് ടിപ്സൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ്. അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കിച്ചൺ ടിപ്സ്, അതുപോലെ റെസിപ്പീസ്, ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം. ഇപ്പോഴും ആ ടീഷർട്ടിൻ്റെ ബാക്കിലെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മിഡിൽ ഭാഗത്തായിട്ട് പിടിച്ചിട്ട് ഒന്ന് മടക്കി വരണം. ഹാഫായിട്ട് ബാക്ക് സൈഡിലെ ബനിയൻ്റെ പോർഷൻ ഹാഫായിട്ട് മടക്കി കിട്ടണം. അതേ രീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാക്കിൽ നമ്മൾ നേരെ ഹാഫാക്കി വെച്ചല്ലോ, അവിടെ ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആ ബാക്കിലെ തുണി നേരെ ഹാഫായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ടാക്കി എടുത്തു. ഇനി ഒന്നുകൂടെ ഒന്ന് കട്ടാക്കണം. അങ്ങനെ കട്ടാക്കുമ്പോൾ നമ്മുടെ 2 വിരൽ വീതിയിൽ വരത്തക്ക രീതിയിൽ ആണ് അവിടെ ആ ബാക്കിലെ ആ ടീഷർട്ടിൻ്റെ പോർഷൻ ഒന്ന് കട്ടാക്കുന്നത്. അപ്പോൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രിപ്പ് കണക്ക് ആണ് 2 വിരൽ വീതിയിൽ വേണം കട്ടാക്കി എടുക്കാൻ. അങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, മേളിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് ഭാഗം നമ്മൾ കട്ടാക്കാതെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഇട്ടിരിക്കണം. ഇപ്പം ഞാൻ ആ മേളത്തെ കുറച്ച് ഭാഗം കട്ടാക്കിയിട്ടില്ല. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തിയെടുത്താൽ നമുക്ക് നല്ലൊരു ഏപ്രൺ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഏപ്രൺ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഏപ്രൺ ഉണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത്, കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തുണിയൊക്കെ കഴുകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലൊന്ന് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതുപോലൊന്ന് ഏപ്രൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുണികളും പാത്രങ്ങളും ഒക്കെ കഴുകാവുന്നതാണ്. അപ്പോൾ ആ അഴുക്ക് വെള്ളമൊന്നും നമ്മുടെ തുണിയിലോട്ടൊന്നും ആകത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇട്ടൊന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത 4ാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് പിന്നെയും എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള വെളുത്തുള്ളി എടുത്താൽ മതി. എന്നിട്ട് ആ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ഫൈനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ വെളുത്തുള്ളി അല്ലിയും എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടിയത് ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ശകലം ഞാൻ ടൂത്ത് പേസ്റ്റും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സ്പൂൺ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടി നാരങ്ങാനീരാണ്. ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ലിൽ ഇത് ബ്രഷ് ചെയ്യാവുന്നതാണ്. നല്ലൊരു 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് തന്നെയാണിത്. നമ്മളിതിനകത്ത് ഗാർലിക്ക്, അതുപോലെ ഉപ്പ്, ലെമണൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ വായയിൽ നാറ്റം കളയുന്നതിനും അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കുന്നതിനും പ്ലേക്ക് ഉണ്ടാകുന്ന അണുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ പല്ലിൽ ഇത് വെച്ച് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷിൽ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് മേളിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ താഴേന്ന് മേളിലോട്ട്, ആ രീതിയിലായിരിക്കണം ബ്രഷ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ തന്നെ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.